ഇന്നലെ പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ആവേശത്തിലാണ് ബിജെപിയും ദേശീയ ജനാധിപത്യ സഖ്യവും. അതേസമയം ഇന്ത്യ സഖ്യമാകെ തളർന്ന അവസ്ഥയിലാണ്. അന്തിമ ഫലം വരുമ്പോൾ ചിത്രം മറ്റൊന്നാകുമെന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം. നവമാധ്യമങ്ങളിലൂടെ പ്രതിപക്ഷ സഖ്യം നടത്തുന്ന പ്രചാരണങ്ങളെ നേരിടാൻ തയ്യാറെടുക്കുകയാണ് ബിജെപി. കനത്ത തോൽവി പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പുറമെ ആത്മവിശ്വാസത്തോടെയാണ് പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി പുറത്തുവന്നതോടെ അവശേഷിച്ച പ്രതീക്ഷകൾ കൂടി കൈവിട്ടു. സർവേ ഫലങ്ങളിൽ തിരിച്ചടി പ്രവചിക്കുന്നുണ്ടെങ്കിലും സഖ്യം 295-ലധികം സീറ്റുകൾ നേടുമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ അവകാശവാദം. അതേസമയം തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ സംശയനിഴലിൽ നിർത്തി നാണക്കേട് മറയ്ക്കാനാകും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ശ്രമിക്കുക. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ആരോപണങ്ങൾ തൊടുത്ത് മുഖം മറയ്ക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ ധാരണയായി. എന്നാൽ 400-ലധികം സീറ്റുകൾ ലക്ഷ്യം വെച്ച് മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ച ബിജെപിക്ക് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ അതിശയമില്ല. സർവേ ഫലങ്ങളിൽ സൂചിപ്പിക്കുന്ന പോലെ ഹിന്ദി ഹൃദയഭൂമികളിൽ തിരിച്ചടി ഉണ്ടാകില്ലെന്നും ബിജെപി കരുതുന്നു. അതേസമയം നവമാധ്യമങ്ങളിലൂടെ പ്രതിപക്ഷ സഖ്യം നടത്തുന്ന കുപ്രചരണങ്ങളെ നേരിടാൻ തയ്യാറാകണമെന്ന ബിജെപി IT സെൽ നിർദ്ദേശം നൽകി. മൃഗീയ ഭൂരിപക്ഷത്തോടെയുള്ള ബിജെപിയുടെ വിജയം പ്രതിപക്ഷ കക്ഷികളുടെ സമനില തെറ്റിച്ചെന്നാണ് ബിജെപി നേതാക്കളുടെ പരിഹാസം. ജനം, ഡൽഹി.